ഹോസ്റ്റലിൽ പോകുന്നതിൻ്റെ തലേ ദിവസമാണ് അച്ഛൻ ഒരു മൊബൈൽ ഫോൺ കയ്യിൽ തന്നത്. എല്ലാവർക്കും ഞാൻ പോകുന്നതിൽ സങ്കടമുണ്ട്. എങ്കിലും ചില സങ്കടങ്ങൾ നല്ലതിനാണല്ലോ. പിറ്റേന്ന് നേരത്തെ തന്നെ റെഡിയായി. പോവാൻ നേരം അമ്മയാണ് പറഞ്ഞത്, അപ്പുറത്ത് പോയി യാത്ര പറഞ്ഞിട്ട് വായോ എന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് പോവാൻ താല്പര്യമില്ലായിരുന്നു. വിഷ്ണു ഏട്ടനോട് യാത്ര ചോദിക്കുമ്പോൾ ഞാൻ കരഞ്ഞു പോകുമോ എന്നായിരുന്നു എൻ്റെ പേടി. പോകുന്ന മുന്നേ ഏട്ടനോട് എൻ്റെ ഇഷ്ടം പറയണം എന്നൊക്കെ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ വിഷ്ണു ഏട്ടനെ ദൂരെ കാണുമ്പോൾ തന്നെ ഞാൻ വീർത്തു കുളിക്കുമായിരുന്നു. നേരിട്ട് എൻ്റെ പ്രണയം തുറന്നു പറയുവാനുള്ള ധൈര്യം എനിക്കില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടു. അതുപോലെ വിഷ്ണു ഏട്ടൻ ഇതുവരെയായും എന്നോടൊരടുപ്പം ഉള്ളതുപോലെ കാണിച്ചിട്ടുമില്ല. എൻ്റെ ഗുരുവായൂരപ്പൻ എല്ലാം കാണുന്നുണ്ടല്ലോ, എൻ്റെ മനസ്സറിയുന്നുണ്ടല്ലോ എന്നതായിരുന്നു വലിയൊരു ആശ്വാസം. യാത്ര പറയാനായി അവിടേക്ക് ചെന്നപ്പോൾ ഏട്ടൻ്റെ അച്ഛൻ മുറ്റത്ത് തന്നെ നിൽപ്പുണ്ട്. അവർക്കൊക്കെ എന്നോട് വലിയ സ്നേഹമാണ്. ആ കാന്താരിക്കുട്ടി റെഡിയായോ പോവാൻ? ശബ്ദം കേട്ട് അമ്മയും പുറത്തേക്ക് വന്നു. എൻ്റെ കയ്യിൽ തടവിക്കൊണ്ട് അമ്മ പറഞ്ഞു, നീ പോയാൽ 2 വീടുകളാ നിശബ്ദമാവാൻ പോണേ. എന്തായാലും പഠിച്ചു മിടുക്കി കുട്ടിയായിട്ട് വാട്ടോ. ഞാൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി കൊടുത്തു. എന്നാൽ ഞാൻ പോയി വരട്ടെ. എന്തോ പെട്ടെന്ന് 2 പേരുടെയും കാൽ പിടിച്ച് അനുഗ്രഹം വാങ്ങിക്കണമെന്ന് തോന്നി. എൻ്റെ പ്രവൃത്തി 2 പേരിലും ഒരുപോലെ ആനന്ദാശ്രുക്കൾ പൊഴിച്ചു. അത് കണ്ടിട്ടാണ് വിഷ്ണുവേട്ടൻ പുറത്തേക്ക് വന്നത്. ഏട്ടനെ കണ്ടതും വാക്കുകളൊന്നും പുറത്തേക്ക് വരാതെ ഞാനാകെ വീർപ്പ് മുട്ടി. ഇറങ്ങാനായോ? വിഷ്ണുവേട്ടൻ ചോദിച്ചു. ഞാൻ തലയാട്ടുക മാത്രം ചെയ്തു. ഞാൻ വേഗം തിരിഞ്ഞു നടന്നു. അനുസരണക്കേട് കാട്ടുന്ന കണ്ണുകളെ ശാസിച്ചു നിർത്തി. അല്ലെങ്കിൽ എന്തിനു കരഞ്ഞു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാൻ എനിക്കും അറിയില്ലായിരുന്നു. അച്ഛനും അമ്മയും ഏട്ടനും ഹോസ്റ്റലിൽ കൊണ്ടാക്കാൻ കൂടെ വന്നു. അവർ പോയതും തികട്ടി വന്ന കരച്ചിൽ ബാത്റൂമിൽ കയറി കരഞ്ഞു തീർത്തപ്പോൾ ഒരാശ്വാസം. റൂംമേറ്റുമായി പെട്ടെന്ന് കൂട്ടായി. എങ്കിലും ഇന്നും രാവിലെ എണീക്കുമ്പോൾ വല്ലാത്തൊരു മിസ്സിംഗ് ആയിരുന്നു. അത് വിഷ്ണുവേട്ടൻ്റെ പാട്ട് തന്നെയാണെന്ന് എനിക്കറിയാമായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് രാവിലെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്ന ശബ്ദം കേട്ടത്. എണീക്കാൻ മടിച്ചു അങ്ങനെ കിടക്കുകയായിരുന്നു. നോക്കിയപ്പോൾ സേവ് ചെയ്യാത്ത നമ്പർ. TP കാണിക്കുന്നില്ല, വോയിസ് മെസ്സേജാണ്. പ്ലേ ചെയ്തതും വിഷ്ണുവേട്ടൻ്റെ പാട്ട് അവിടെയാകെ ഒഴുകി. പിന്നാലെ ഒരു ടെക്സ്റ്റ് മെസ്സേജും വന്നു. എൻ്റെ പാട്ടിൻ്റെ ആരാധികയ്ക്കായി സമർപ്പിക്കുന്നു. സന്തോഷം കൊണ്ട് ഞാൻ കരഞ്ഞുപോയി. എന്തു മറുപടി കൊടുക്കണമെന്നറിയാതെ ഞാൻ വീർപ്പ് മുട്ടി. ഐ ലവ് യു വിഷ്ണുവേട്ട എന്ന് അയക്കാൻ മനസ്സ് വെമ്പൽ കൊണ്ടു. പക്ഷേ ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. വിഷ്ണുവേട്ടൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇഷ്ടമില്ലെങ്കിലോ? വേണ്ട, എൻ്റെ ഇഷ്ടം അറിയിക്കാനുള്ള സമയമായിട്ടില്ല. താങ്ക് യു എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് അയച്ചു. ഇടയ്ക്കിടെ വിഷ്ണുവേട്ടൻ്റെ പാട്ട് എൻ്റെ ഫോണിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഒരു താങ്ക്സിൽ ഞാൻ മറുപടി കൊടുക്കും. അതിനപ്പുറത്തേക്ക് ഒരു സംസാരം 2 പേരിലും ഉണ്ടായില്ല. നിനക്കവിടെ സുഖമാണോ എന്നെങ്കിലും വിഷ്ണുവേട്ടനെ ചോദിക്കാമല്ലോ. അങ്ങനെ സ്വയം പരിഭവിച്ചു കണ്ണീർ വാഴ്ത്തി രാത്രിയിൽ ഉറങ്ങിപ്പോവുക എന്നും ഒരു പതിവായി. 1 മാസം കഴിഞ്ഞാണ് 2 ദിവസത്തെ ലീവിന് വീട്ടിലെത്തിയത്. എത്തിയപ്പോഴേ വിഷ്ണുവേട്ടനെ കാണാൻ മനസ്സ് വെമ്പൽ കൊള്ളുകയായിരുന്നു. ഏട്ടൻ്റെ വീട്ടിലേക്ക് ചെല്ലാനൊരു മടി. എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോഴാണ് പുറത്തുനിന്നും അരുണേട്ടനോട് സംസാരിക്കുന്ന വിഷ്ണുവേട്ടൻ്റെ ശബ്ദം കേട്ടത്. സന്തോഷം കൊണ്ട് അറിയാതെ ഞാൻ തുള്ളിച്ചാടിപ്പോയി. പക്ഷേ പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് കാണാൻ എന്നിലെ പ്രണയിനിക്ക് ഒരു ചമ്മൽ. ഞാൻ ജനലിലൂടെ മറഞ്ഞു നോക്കി. എന്നാലും എന്നെ ഒന്ന് ചോദിക്കുന്ന പോലുമില്ലല്ലോ, ദുഷ്ടൻ. ആ 2 ദിവസം ഞാൻ വീട്ടിലുണ്ടായിട്ടും വിഷ്ണുവേട്ടൻ പിന്നെ ഈ വഴിക്കൊന്നും വന്നതേയില്ല. തിങ്കളാഴ്ച രാവിലെ ഹോസ്റ്റലിൽ പോവാൻ നേരം വേഗം ഞാൻ വിഷ്ണുവേട്ടൻ്റെ വീട്ടിലേക്ക് ഓടി. 3 പേരും പുറത്തു തന്നെയുണ്ട്. ഇറങ്ങാനായോ മോളെ? അമ്മ ചോദിച്ചു. ഇതെന്താപ്പോ, യാത്ര പറയാൻ മാത്രമേ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ എന്നുണ്ടോ? ചോദ്യകർത്താവിൻ്റെ ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി. വിഷ്ണുവേട്ടനാണ്. എന്തൊക്കെയോ തിരിച്ചു പറയണമെന്നുണ്ട്. ഈ 2 ദിവസം എന്നെ തിരിഞ്ഞു നോക്കാത്തതിൻ്റെ സങ്കടം മനസ്സിലേക്ക് തികട്ടി വന്നു. എല്ലാവരെയും നോക്കി ചിരിച്ചെന്നു വരുത്തി ഒന്നും പറയാതെ ഞാൻ വീട്ടിലേക്ക് ഓടി. വീട്ടിലെത്തുമ്പോഴേക്കും കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകുകയായിരുന്നു. അമ്മ വേവലാതിയോടെ അടുത്തേക്ക് ഓടി വന്നു. എന്താപ്പോ കരയാൻ മാത്രം ഉണ്ടായേ? തേങ്ങലുകൾക്കിടയിൽ ഞാൻ പറഞ്ഞൊപ്പിച്ചു. എനിക്ക് പോണ്ട അമ്മ, നിങ്ങൾ ആരുമില്ലാതെ
എനിക്ക് അവിടെ നിൽക്കാൻ പറ്റണില്ല. അത് കേട്ടതും അമ്മയും കൂടെ കരയാൻ തുടങ്ങി. അച്ഛനും ഏട്ടനും എങ്ങനെയൊക്കെയോ ഞങ്ങളെ ആശ്വസിപ്പിച്ചു എന്നെ യാത്രയാക്കി.